Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ശരിയടാ ഹണി, ഞാൻ നോക്കാം. ഇതാ പിടിച്ചോ. എടാ ഈ കറ ഇപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട്. എന്ത് നോക്കട്ടെ? അയ്യോ എന്റെ അമ്മച്ചി, ഈ കറ ഇതിന്ന് എങ്ങനെയെങ്കിലും കളഞ്ഞേ മതിയാകൂ. അല്ലടാ, ഇതെന്താ കറയാണോ അതോ ഇതിനുള്ള ഡിസൈൻ ആണോ? 5 പ്രാവശ്യം കോട്ട് നനച്ചു, എന്നിട്ടും ഇതിനകത്തുനിന്ന് ഇത് പോന്നേയില്ല. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നടക്കുന്ന ഫാഷൻ ഷോയില് ഞാൻ ഈ കറ പിടിച്ച കോട്ട് തന്നെ ഇട്ടുകൊണ്ട് പോവേണ്ടി വരും. എന്റെ ഡൈഹാർഡ് ഫാൻസ് എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുക? ഡൈ ഹാർഡ് ഫാനോ? ശരി, അത് വിട്ടേക്ക്. പാവപ്പെട്ട ജനങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിക്കുക? ഹണി, ഫാഷൻ ഷോയ്ക്ക് വേണ്ടി പുതിയ കോട്ട് വാങ്ങിക്ക്. വേണ്ട, അതെന്താ? ഈ കോട്ട് എനിക്ക് മേഡാണ് വാങ്ങിച്ചു തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഫാഷൻ ഷോയിൽ ഇത് തന്നെ ഇടണമെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ റാംപാക്കിന് പോകാനായിട്ട് എന്റെ കയ്യിൽ ഒരുപാട് ഡ്രസ്സ് വേറെ ഉണ്ട്. ദാ ഈ ടവല്, പിന്നെ ദാ ഇത്, ദാ പിന്നെ ഇത്, മോജ, ചംച്ച. അയ്യോ വേണ്ട, വിട്ടേക്ക്. കറ എങ്ങനെങ്കിലും ഇളക്കാം, പക്ഷെ നിന്റെ ഇളക്കം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നീ തോർത്തു കൊടുത്തോണ്ട് റാംപോക്കിൽ വരുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഈ കോട്ട് എനിക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാന്ന് വെച്ചാ ഉറുമ്പുകൾക്ക് ഉപ്പ് പോലെയാണ്. എടാ, ഉറുമ്പുകൾ പഞ്ചസാരയാണ് തിന്നുന്നത്. ആയിരിക്കാം, പക്ഷെ അതിന് ഐഡന്റിറ്റി കുറവുണ്ട്. അതുകൊണ്ടാണ് അത് ഉപ്പ് കഴിക്കുന്നത്. ഈ കറ എന്തായാലും ഞാൻ ഇതിന് കളഞ്ഞിരിക്കും. കുറച്ച് അധികം ഡിറ്റർജന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കറ എല്ലാം പോയി കിട്ടും. അധികം പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെളുപ്പ്. എടാ ഹണി, നീ എന്തുമാത്രം പൗഡറാ ഇടുന്നേ? എന്തായാലും കറ തീർച്ചയായിട്ടും പോയിരിക്കും. എന്റെ അമ്മച്ചി, കറ പോയെന്നറിയില്ല, പക്ഷെ നീ ഇട്ട പൊടി കാരണം ഈ ലോണ്ടറി എന്തായാലും വെളുത്ത് വെണ്മയായി മാറിയിരിക്കുകയാണ്. സംശയമുണ്ടോ? കണ്ടോ, അങ്കിളുടെ ശബ്ദം പോയെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ആനയുടെ ശബ്ദമായി. ഞാൻ ഈ ലോണ്ടറിയുടെ ഓണറാണ്. വേഗം എടുക്ക്, 5000 രൂപ. എന്തിനാ ഞങ്ങൾ 5000 രൂപ തരണ്ടേ? ഓ, നിങ്ങളുടെ ബ്ലാക്ക് കോട്ട് ഇപ്പോൾ വൈറ്റ് കോട്ടായി മാറി. അതിനകത്ത് കുറച്ച് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അല്ല, അത് വൈറ്റ് കോട്ട് തന്നെയാ. അതില് ചെറിയൊരു കറ പറ്റിയെന്നല്ലേ ഉള്ളൂ. ഇയാളുടെ മിഷൻ കേടായിരിക്കുവാണെന്നാ എനിക്ക് തോന്നുന്നത്. ദാ ഇയാളുടെ ഷർട്ട് മുഴുവൻ കറ പിടിച്ചിരിക്കുകയാണ്. ഓഹോ, ഇത് ഷർട്ട് അല്ല, എന്റെ ബോഡിയാണ്. ഞാൻ ഡാൽമഷനാണ്. എന്റെ ക്ഷമ നശിക്കുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. ഒന്ന് ലെഫ്റ്റിലേക്ക് വാ, അല്പം റൈറ്റ്, കുറച്ച് മുകളിലേക്ക് വാ. എന്റെ ചേട്ടാ, ഞാൻ കിറ്റ്കിറ്റാ, പ്രാവൊന്നുമല്ല പറക്കാനായിട്ട്. ഞാൻ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെയിന്റിംഗ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എടാ, പെയിന്റിംഗിൽ തന്നെ ജയിക്കാനായിട്ട് ഇവിടെ ആരും തന്നെ ഇതുവരെ ജനിച്ചിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എത്രമാത്രം നല്ലൊരു പെയിന്ററാണ്. തോത്താറാം, എന്ത് പറ്റി? ഇന്ന് പുറത്തിരുന്നാണല്ലോ പെയിന്റ് ചെയ്യുന്നത്. ജിമ്മിൽ എന്താ സ്ഥലം കിട്ടിയില്ലേ? എന്റെ അമ്മോ, ചേട്ടൻ ഇന്ന് ജിമ്മിൽ അടിപൊളി ഒരു പെയിന്റിംഗ് വരച്ചു. അതൊരു ഡമ്പലായിരുന്നു. യഥാർത്ഥ ഡമ്പൽ എന്ന് കരുതി ഞാൻ അതിനെ പൊക്കാൻ നോക്കി. താങ്ക് യു. ഇനി വായടച്ചിട്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കേ. ഓക്കെ ചേട്ടാ. ഐഡിയ. തോത്താറാം, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണം. ഹണിയുടെ വൈറ്റ് കോട്ടിലെ കറ പോകുന്നേ ഇല്ല. എന്റെ ഭായ്, തനിക്ക് എന്റെ അല്ല ഡോബിയുടെ സഹായമാ വേണ്ടത്. നിനക്ക് കാര്യം പിടികിട്ടില്ലെന്ന് തോന്നുന്നു തോത്തറ. തോത്താറാമിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും തോത്താറാമിന് ഒരിക്കലും അറിയാതിരിക്കാൻ സാധ്യതയില്ല. പോപ്പട്ടെ, എടാ പോപ്പട്ടെ, നീ ഒരു പെയിന്ററിന്റെ ഹൃദയമാണ് തകർത്തത്. എടാ തോത്താറാമേ, പോപ്പട്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ ഈ കോട്ടിലെ കറ വെള്ളയാക്കണം. അപ്പൊ ഈ കറ കാണാതെ പോകും. അതെ, കാരണം നീ ഒരു അടിപൊളി പെയിന്റർ ആണല്ലോ.
നീ വിചാരിച്ചാൽ ഈ കറ തന്നെ കാണാതെ പോവും. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇന്നാ പിടിച്ചോ വൈറ്റ് പെയിന്റ്. ഇപ്പൊ കഴിയും നിന്റെ പ്രശ്നം. ആഹാ കൊള്ളാലോ. താങ്ക് യു തോത്താറാം. ഏയ്, ഇതെന്താ കോട്ടിന് സ്റ്റാച്ചു ഒക്കെ വെച്ചിരിക്കുകയാണോ? ഇതൊന്നും അനങ്ങുന്ന പോലും ഇല്ലല്ലോ. കൂട്ടുകാരെ എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളോട് സോറി പറയുകയാണ്. എന്തിനാ സോറി? എന്റെ കൈവശമുള്ള വൈറ്റ് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ ബ്ലൂ അടിച്ചത്. ഇത് ഗ്ലൂ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. എടാ ഹണി, നീ എങ്ങാനും ഈ കോട്ടിട്ടാ നാട്ടുകാരെ മുഴുവൻ പറയാൻ തുടങ്ങും നീ ഒരു വലിയ ജാടക്കാരനാണെന്ന്. കോട്ട എങ്ങനെയും വലിച്ചു പിടിച്ച് നോർമൽ ആക്കണം. പിടിക്ക്, വലിക്ക്. ആരാത്? എന്റെ കോട്ട്. എന്റെ ചേട്ടാ അവന്മാര് പോയി. നിങ്ങൾ വേഗം തന്നെ പെയിന്റ് പണി തുടങ്ങിക്കോ. ഇതെന്ത് പറ്റി? എന്നോട് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? നന്നായി എന്തായാലും കോട്ട് കിട്ടിയല്ലോ. പക്ഷെ ഇനിയിപ്പോ ഈ കോട്ട് ഞാൻ എങ്ങനെ ഇടുക? ഐഡിയ. ഇപ്പൊ നീ കണ്ട അത്ഭുതം. കോട്ട് എന്തായാലും ശരിയായി. പക്ഷെ ഇതിലെ കറ ഇതുവരെ പോയില്ലല്ലോ കൂട്ടുകാരെ. ഓ കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. രാവിലെ ഞാൻ ഉരുളക്കിഴങ്ങ വിറ്റത്, പക്ഷെ ആരും തന്നെ വാങ്ങിയില്ല. എങ്ങനെ വിൽക്കാനാ? താൻ ഇതിനകം വല്ല പച്ചക്കറിയോ പഴോ വിറ്റിരുന്നെങ്കിൽ അത് ഇപ്പൊ വിറ്റ് പോയേനെ. ഓ ഞാൻ വിൽക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഈ കെമിക്കൽ എന്റെ വീട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഒട്ടിപ്പിടിക്കുന്ന ഗമ്മാണ്. ഇനി ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിലെ ചവറെന്നും. ഈ കെമിക്കൽ നിങ്ങളുടെ തൊടിയിലെ കറകളെല്ലാം ഉടൻ തന്നെ എടുത്ത് മാറ്റും. വരൂ, കർത്ത ഫാം ആൻഡ് കെമിക്കൽ. നമുക്ക് എന്തായാലും കറുത്തയുടെ കണ്ടുപിടുത്തം വെച്ച് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം. അവന്റെ മരുന്ന് വാങ്ങി നമുക്ക് എല്ലാവർക്കും തല വൃത്തിയാക്കി എടുക്കാം. കഴുതേ, ഇവര് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ? ഓ, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും കർത്തടുത്ത് ഈ കാര്യം പോയി പറഞ്ഞേക്കാം. അതായിരിക്കും എന്റെ ജീവനും നല്ലത്. കർത്ത, ഇവന്റെ കോട്ടിലെ കറ പോകാനായിട്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിലേ ഒന്ന് വേഗം പറയേ. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, അങ്ങനത്തെ കെമിക്കൽ ഇല്ല. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. നീ എന്താ ഈ കാണിച്ചു വെച്ചേ? എടാ, ഇത് പാർട്ടിയിലെ ടിഷ്യൂ പേപ്പർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എടാ, ഈ കോട്ടെ ഹണി ഇടാനുള്ളതാ, അല്ലാതെ ഹണിയുടെ ബുദ്ധിക്കല്ല. നീ എന്തിനാടാ ഈ കോട്ട് ഇത്രയും ചെറുതാക്കി മാറ്റിയത്? സംശയമുണ്ടോ? ഓ, ഞാൻ ഇപ്പൊ തന്നെ വലുതാക്കാനുള്ള കെമിക്കൽ ഇതിലേക്ക് ഇടാം. ഓ ഓ ഓ ഓ ഓ ഓ ഓ. എന്റെ അമ്മച്ചി, നീ എന്താണ് ഈ കാണിച്ചു വെച്ചേ? എന്റെ ലക്കി കോട്ടിനെ ഇവനിപ്പോ പൊതപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. എടാ അളിയ, എടാ ഇത് ഞാനാണ്ടാ, ഞാനാടാ. എന്റെ അമ്മച്ചി, കൊച്ചളിയ സോറിടാ, അറിയാതെ പറ്റിയത് നീ തല്ലില്ല. ഓ, ഇത് ഞാനായിരുന്നു. എടാ കറുത്താ, നീ മര്യാദക്ക് എന്റെ കോട്ട് ശരിയാക്കി എടുക്കുന്നോ അതോ ഇല്ലയോ? ക്ഷമിക്ക, ഞാൻ വേറൊരു കെമിക്കൽ ഇട്ടേക്കാം. ഓ ഓ. കോട്ട് എന്തായാലും ശരിയായി. എന്റെ കോട്ട് ശരിയായി. എന്തേത്? എന്റെ കോട്ട് നശിച്ചോണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം എന്റെ ഫാഷൻ ഷോ തുടങ്ങാൻ പോവുകയാണ്. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. നീ കോട്ട് വേഗം ഊരിത്താ. കോട്ടിലെ കറ ഇതുവരെ മാറിയിട്ടില്ല കൊച്ചളിയാ. എന്ത് പറ്റി കൂട്ടുകാരെ? എന്താ എല്ലാരും വല്ലാതിരിക്കുന്നേ? കിട്ടി, നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? ഞാൻ എന്റെ ഡോളിന് ഡ്രസ്സ് വാങ്ങാൻ പോയതാണ്. പക്ഷേ ഇതിനെ പറ്റിയ ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ള ഡ്രസ്സെല്ലാം കൂടി തുന്നിച്ചേർത്ത് പുതിയൊരു ഡ്രസ്സ് ഉണ്ടാക്കാൻ പോവാണ്. കൊള്ളാൻ കിട്ടി, എന്തൊരു ഐഡിയ ഇത്. എടാ ഹണി, നിന്റെ കോട്ടിനെ ഞങ്ങളിപ്പോ വേറെ വേറെ തുണികൾ വെച്ച് പുതിയൊരു കോട്ട് ഉണ്ടാക്കാം. അപ്പൊ നിന്റെ കോട്ട് ഫാൻസി ആയി മാറും. അതോടെ കറ പോവുകയും ചെയ്യും. നീ എന്ത് പറയുന്നു? ചോദിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇതിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. എന്നാ പോകാം. ഓക്കെ, പോകാം.
ഈ തുണി എന്തായാലും വളരെ നന്നായിരിക്കും. ദേ അതൊന്നും എടുത്തേ. ഏയ് അതല്ല, അതിന്റെ മുകളില് ദേ അവിടെ. പിന്നെ ദാ അതും. പിന്നെ ആ ചോപ്പും കൂടി. കിട്ടി. നമുക്ക് ഒരുപാട് കോട്ടൊന്നും ഉണ്ടാക്കണ്ട. പോകാമോ? ആ പോവാം. ഇതാ തയ്യാറായി കഴിഞ്ഞു ഹണിയുടെ അടിപൊളി കോട്ട്. നീ എന്തായാലും കലക്കി ബണി. വേഗം വാ ഹണി, ഇനി അടിച്ചു പൊളിക്കേണ്ടത് നീയാണ് ഫാഷൻ ഷോയില്. ക്ലബിലെ ഫാഷൻ ഷോയ്ക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഈസ്റ്റ് ഓർ വെസ്റ്റ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം ദി ബെസ്റ്റ്. ഇപ്പൊ പങ്കെടുക്കാൻ പോകുന്നവരെല്ലാം ഇട്ടോണ്ട് വരാൻ പോവുകയാണ് നല്ല അടിപൊളി ഡ്രസ്. അത് സ്റ്റൈലാകും ബെസ്റ്റ്. അവര് ജയിക്കും ഈ ഫാഷൻ ടെസ്റ്റ്. അടികൈ. എന്നാൽ ഇപ്പോൾ നോക്കാം നമ്മുടെ ഇന്നത്തെ ഫാഷൻ മോഡൽ. എന്ത് പറ്റി വലിയ മേഡത്തിന്റെ ഈ കോട്ട് ഒരു വഴിയായിരിക്കാണ്. സത്യത്തിൽ എന്നെ കാണാൻ നന്നായിട്ടുണ്ടോ കൊച്ചളിയ? എടാ, നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നീ നല്ല കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിലേക്ക് പോകാൻ നോക്ക്. ഹണി, നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അടിപൊളി. ഹണി, എന്തൊരു സ്റ്റൈലാ ഇത്. കൊള്ളാം, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കോട്ട്. അടിപൊളി ഹണി, അടിപൊളി. നീ കലക്കി ഹണി, കലക്കി. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ട് വീഴാൻ പോവാ. പോയി. അടിപൊളി, 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 അടിപൊളി. അടിപൊളി. പഴയ കോട്ടുകളുടെ കാലമെല്ലാം പമ്പ കടന്നു. ഹണി ഈ ഫാഷൻ ഷോ ജയിച്ചിരിക്കുന്നു. അടികൈ. കൊള്ളാം, ഞാൻ ജയിച്ചു. നിങ്ങൾ എല്ലാരും ഒത്തുചേർന്ന് എന്റെ കോട്ടിനെ കൂടുതൽ ഭംഗിയാക്കി തന്നു കൂട്ടുകാരെ. താങ്ക് യു. ഹണി, നമ്മൾ രണ്ടുപേരും കാറ്റ് ഫാമിലിയിലുള്ളവരാ. ഞാൻ എന്തുമാത്രം ഭാഗ്യവതിയാണ്. നിങ്ങൾ എല്ലാരും എന്തിനെങ്കിലും കിടന്ന് ചിരിക്കുന്നേ? എനിക്ക് പേടിയാവുന്നു.